അതിവേഗത്തിൽ ചിലരുടെ പേരുകൾ പറഞ്ഞതിൽ ഒരാളുടെ പേര് മാത്രം നാം പഴയനിയമത്തിൽ പോയി എടുത്ത് പരിശോധിക്കുകയായിരുന്നു. അത് ഗിദെയോൻ എന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ കർത്താവിന്റെ വേല ചെയ്യുന്നവർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഫലപ്രദമായ ഒന്ന് രണ്ട് ദൂതുകളും കൂടെ അതിൽ നിന്ന് എടുത്ത ശേഷം മുമ്പോട്ട് പോകാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഗിദെയോൻ അവന്റെ പ്രകൃതി, അവന്റെ നേച്ചർ എന്നാന്ന് ചോദിച്ചാൽ ഉൾഭയമുള്ള ആളാണ്. ഉൾഭയം എന്ന് പറയുന്നത് കോമൺ സെൻസിന്റെ ലക്ഷണമാണ്, വിവരമുള്ളവരുടെ ലക്ഷണമാണ്. ഉദാഹരണത്തിന്, നാഷണൽ ഹൈവേയിൽ കൂടെ വാഹനം ഓടിച്ചു വരുമ്പോൾ ചില വർഷങ്ങൾക്ക് മുൻപ് വരെ കോയമ്പത്തൂരിൽ നിന്നും പൊള്ളാച്ചിയിൽ നിന്നും പോത്തിനെ പോലെയുള്ള മൃഗങ്ങളെ, അധികവും പോത്തുകളാണ്, കാളയുമുണ്ട്, നടത്തിക്കൊണ്ടുവരുന്നത് കാണാം. അതിങ്ങനെ എറണാകുളം ഭാഗത്തേക്ക് വരുന്നത് കാണാം. ഈ മൃഗങ്ങൾക്ക് അപാര ധൈര്യമാണെന്ന് തോന്നും. കാരണം 80 മൈൽ സ്പീഡിൽ വരുന്ന വാഹനത്തിന്റെ മുമ്പിലേക്ക് ഈ പോത്തുകൾ ഓടിക്കേറുന്നത് കാണുമ്പോൾ ധൈര്യമാണോ വിവരമില്ലായ്മയാണോ എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. ഭയം, ഉൾഭയം കോമൺ സെൻസിന്റെ അടയാളമാണ്. ഒന്നിനെക്കുറിച്ചും ഭയമില്ലാത്ത ആളുകൾ തീരെ വിവരമില്ലാത്ത ആളുകളാണ്, ചിന്താശേഷി ഇല്ലാത്ത ആളുകളാണ്. തീരെ ചെറിയ കുട്ടികൾക്കും അങ്ങനെയാണ്. ഭയമില്ല, തീയെ ഭയമില്ല, വെള്ളത്തെ ഭയമില്ല, വാഹനത്തെ ഭയമില്ല, റോഡിനെ ഭയമില്ല, മൃഗങ്ങളെ ഭയമില്ല. അതും അറിവില്ലായ്മയുടെ ഭാഗമാണ്. അപ്പൊ ഒരിക്കലും ഭയം ഒരു പരാജയമല്ല, ഭയമൊരു ദോഷമുള്ള കാര്യമല്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു കോമൺ സെൻസിൽ പെട്ടതാണ് ഭയക്കേണ്ടതിനെ ഭയക്കുക എന്നത്. ആ ഗണത്തിൽ കൂട്ടിയാൽ മതി ഗിദെയോന്റെ ഭയം. അപ്പോൾ നമ്മളെയും പറ്റി നമുക്ക് ധൈര്യപ്പെടാൻ സാധിക്കും. ഒരു കാര്യം ചിന്തിച്ചാൽ ഇങ്ങനെ പോയാൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഇതിന്റെ അന്ത്യം, ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത് ഭയമുള്ളത് കൊണ്ടാണ്, അഥവാ സാമാന്യ ജ്ഞാനം ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ദൈവം അങ്ങനെയുള്ളവരെ കൈവിടുകയല്ല, ദൈവം അങ്ങനെയുള്ളവരെ പിന്തുടരുകയാണ്.
ഭീരുവായവനെ ധൈര്യം പകർന്നു കൊടുത്ത് തന്റെ വേലയ്ക്ക് ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാനും ഈ വേലയിൽ വന്നത്. അങ്ങനെ ഗിദെയോൻ പതുക്കെ 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 ബലപ്പെട്ടു വരികയാണ്. അങ്ങനെ ബലപ്പെട്ടു വരുമ്പോൾ അവൻ സ്വന്തമായി ചില ടെസ്റ്റുകൾ നടത്താനായിട്ട് ഒരുങ്ങുകയാണ്. സെൽഫ് എക്സാമിനേഷൻ സ്വന്തമായി ഒരു പരിശോധന നടത്തുകയാണ്. എങ്ങനെയുണ്ട് എന്റെ വിശ്വാസം, എങ്ങനെയുണ്ട് എന്റെ ദൈവവിളി, എങ്ങനെയുണ്ട് എന്റെ അഭിഷേകം എന്ന് ഒരു സെൽഫ് എക്സാമിനേഷൻ കൂടെ നടത്തുന്നത് നമുക്കെല്ലാവർക്കും ആത്മീയത്തിന് നല്ലതാണ്. നമുക്ക് ശ്രദ്ധിക്കാം. 6-ാം അധ്യായത്തിന്റെ 33 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്നു ഇസ്രായേൽ താഴ്വരയിൽ പാളയം ഇറങ്ങി. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബീയേസ്യരെ തന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. അവൻ മനശ്ശെയിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു. അവരെയും തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. ആശേരിന്റെയും സെബുലൂന്റെയും നഫ്താലിയുടെയും അടുക്കലും ദൂതന്മാരെ അയച്ചു. അവരും പുറപ്പെട്ട് അവരോട് ചേർന്നു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട്, നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ, ഞാൻ രോമമുള്ള ഒരാട്ടിൻ തോൽ കളത്തിൽ നിവർത്തുന്നു. മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ പിറ്റേന്ന് അതികാലത്ത് എഴുന്നേറ്റു, തോൽ പിഴിഞ്ഞു, മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ചെടുത്തു. ഗിദെയോൻ പിന്നെയും ദൈവത്തോട്, നിന്റെ കോപം എന്റെ നേരെ ജ്വലിക്കരുതേ, ഞാൻ ഒരിക്കൽ കൂടെ സംസാരിച്ചു കൊള്ളട്ടെ. തോലിൽ കൊണ്ട് മാത്രം ഒരു പരീക്ഷ കൂടെ കഴിച്ചു കൊള്ളട്ടെ. തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞും ഇരിപ്പാൻ അരുളണമേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു. തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു. ഇദ്ദേഹം തന്നെത്താൻ ദൈവസന്നദ്ധിയിൽ പരിശോധിക്കുന്ന ഒരു സെൽഫ് എക്സാമിനേഷന്റെ എപ്പിസോഡാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. ദൈവത്തെ പരീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തെ അല്ല പരീക്ഷിച്ചത്, താൻ തന്നെയാണ് പരീക്ഷിച്ചത്. എന്നോടുള്ള ദൈവത്തിന്റെ ഇടപാടുകളെ കുറിച്ചാണ് എനിക്കറിയേണ്ടത്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നോ, ദൈവം പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നോ ഈ കാര്യങ്ങളിലൊന്നും എനിക്ക് സംശയമില്ല. എന്നാൽ എന്റെ ദൈവവേലയ്ക്കുള്ള വിളിയെ പറ്റി എനിക്ക് അല്പം കൂടെ ഉറപ്പ് കിട്ടണം. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ എന്റെ വിളിയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. കാരണം ചില നാളുകൾ കഴിഞ്ഞിട്ട് വിളിയില്ല എന്ന് തോന്നിയാൽ അത് വലിയ അപമാനമായി പോകും. അതുകൊണ്ട് എനിക്ക് എന്നെ വലിയ മതിപ്പില്ല.
കാരണം ഞാൻ ചെറിയവനാണ്, എന്റെ കുടുംബം ചെറിയതാണ്, എന്റെ കുലം ചെറിയതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അങ്ങനെ അധികമൊന്നും പ്രയോജനപ്പെട്ടതായിട്ട് എനിക്ക് അറിവില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ വിളിയെ പറ്റി ഒരു സെക്കൻഡ് തോട്ടിന് ഇനി ഇടവരരുത്. അതെനിക്ക് അത്യാവശ്യമായി ഒരു ഉറപ്പ് കിട്ടണം. എനിക്ക് ദൈവത്തെ സംശയമില്ല, പക്ഷെ എനിക്ക് എന്നെ സംശയമാണ്. ആമേൻ. ഇത് നമ്മുടെ ഒക്കെ അനുഭവമാണ്, അല്ലേ? എനിക്ക് ദൈവത്തെ പറ്റി യാതൊരു സംശയമില്ല, പക്ഷെ എനിക്ക് എന്നെ പറ്റി പലപ്പോഴും സംശയമുണ്ട്. എന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഞാൻ അതിന് പറ്റിയ ആളാണോ? ഞാൻ അതിന് കേപ്പബിൾ ആണോ? ഞാൻ അതിന് യോഗ്യനാണോ? പ്രാപ്തനാണോ? വിശുദ്ധനാണോ? എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാർ ലോകത്തിലുണ്ട്, ഞങ്ങളുടെ ദേശത്തുണ്ട്. എന്നേക്കാൾ വിശുദ്ധരുണ്ട്, എന്നേക്കാൾ കഴിവുള്ളവരുണ്ട്. അതുകൊണ്ട് എന്റെ വിളിയെ പറ്റി എനിക്ക് ഒരു കൺഫർമേഷൻ വേണം. 2 പത്രോസ് 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പത്രോസും ഈ കാര്യം പറയുന്നുണ്ട്. 2 പത്രോസ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇത് ആവശ്യമാണ്, ഇത് തെറ്റല്ല, ഇത് ആവശ്യമാണ്. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. വ്യത്യാസം എന്ന വാക്ക് പല പ്രാവശ്യം ഈ വാക്യങ്ങളിൽ കാണാം. അതിന്റെ ഉള്ളിലേക്ക് നാം പരിശോധിച്ചാൽ ഇത്രയേ ഉള്ളൂ: ഒരു ശുശ്രൂഷകനും മറ്റൊരു ശുശ്രൂഷകനെ പോലെയല്ല. ഒരു ശുശ്രൂഷയും മറ്റൊരു ശുശ്രൂഷ പോലെയല്ല. എല്ലാ മനുഷ്യരും ഡിഫറന്റ് ആണ്, എല്ലാ ശുശ്രൂഷകരും ഡിഫറന്റ് ആണ്. അതുകൊണ്ട് എന്റെ ശുശ്രൂഷ സംബന്ധിച്ച് എനിക്ക് ഉറപ്പ് കിട്ടണം. ഞാൻ ഒത്തിരി ശുശ്രൂഷകരെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരെ പോലെ അല്ല എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഇതൊരു ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ പോലെ ആകാനുള്ള ശ്രമം ആവശ്യമില്ല. തികച്ചും വ്യത്യസ്തനാകുവാൻ എന്നെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തികച്ചും വ്യത്യസ്തനാകുവാൻ എന്നെ വിളിച്ചിരിക്കുന്നു. ഇന്ന് പകലിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ നമുക്കിത് പറയാം, ആവർത്തിച്ച് പറയാം.
തികച്ചും വ്യത്യസ്തനാകുവാൻ എന്നെ വിളിച്ചിരിക്കുന്നു. ഈ തിരിച്ചറിവ് നമ്മുടെ അകത്ത് വലിയ ധൈര്യം തരും. എപ്പോഴെങ്കിലും നഷ്ടബോധമോ പരാജയബോധമോ ഭയമോ ഉള്ളിൽ വരുമ്പോൾ ഈ ചിന്ത നമ്മെ ബലപ്പെടുത്തും. വ്യത്യസ്തനാകുവാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതെ, ഗിദെയോന് തന്റെ വിളിയെ പറ്റി ഒരു കൺഫർമേഷൻ ആവശ്യമായിരുന്നു. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇത് ദൈവത്തെ പരീക്ഷിക്കലല്ല, ഇത് സ്വയം പരിശോധിക്കലാണ്. ഇതേ കാര്യം മോശ ചെയ്തു. മോശ പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കളെ രക്ഷിക്കാനായിട്ട് ഇറങ്ങണമെങ്കിൽ എനിക്കതിന് ഉറപ്പ് വേണം. അങ്ങനെ മോശയ്ക്ക് ദൈവം പല പല തെളിവുകളിലൂടെ, അടയാളങ്ങളിലൂടെ അവന്റെ വിളിയെ പറ്റി അവന് ഉറപ്പ് കൊടുത്തു. അതിനുശേഷമാണ് അവൻ ഈ വലിയ ദൗത്യം ഏറ്റെടുത്തത്. എന്നിട്ടും അവന്റെ ജീവിതയാത്രയിൽ അവൻ സഹിച്ച പ്രയാസങ്ങൾ എത്രയോ വലുതായിരുന്നു. എന്നാൽ ആ പ്രയാസങ്ങളുടെ നടുവിലൊക്കെ അവനെ പിടിച്ചു നിർത്തിയത് അവൻ ചില ബോധ്യങ്ങൾ പ്രാപിച്ചിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത്. ഇന്നലെ ഒരു ദൈവദാസൻ എന്നെ കാണാൻ വന്നു. രാവിലെ ഈ സമയത്ത് എത്തി. അദ്ദേഹത്തിന്റെ മോളുടെ കല്യാണത്തിന്റെ കുറി തരാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന് കുറച്ചു ദിവസമായിട്ട് നടുവേദന തുടങ്ങി, അത് കാലുവേദനയായി. ഡോക്ടർമാരത് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യരുത്, ചെയ്തവരുടെ പലരുടെയും അനുഭവം എനിക്കറിയാം, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറഞ്ഞു. ഒരു വലിയ ആത്മനിറവുള്ള അനുഭവമായിരുന്നു ആ അനുഭവങ്ങൾ പങ്കുവെച്ചത്. സ്തോത്രം. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കൂടെ കൂടെ തലവേദന ഉണ്ടാവും. തലവേദന കഠിനമായി ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിൽ പോയി കിടന്നു. ബോധം കെട്ടുപോയി. അവിടെ ചെന്ന വഴി അവര് സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു. തലനക്കരുത്, യാത്ര ചെയ്യരുത്, വായിക്കരുത്, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു വിട്ടു. അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് തുടരാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്ഥിരം കാണുന്ന ഒരു ഡോക്ടറുണ്ട്, എനിക്ക് അദ്ദേഹത്തെ തന്നെ കാണണം, എന്നെ വീട്ടിൽ വിടണമെന്നു. അങ്ങനെയുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കൂട്ടുകാരെല്ലാം കൂടെ നിർബന്ധിച്ചിട്ട് അന്ന് രാത്രി കോളേജിൽ താമസിച്ചു. എല്ലാവരും ഉറങ്ങിയപ്പോൾ ആ കെട്ടിടത്തിന്റെ 4ാം നിലയുടെ മുകളിലോട്ട് ഈ ചെറുപ്പക്കാരനായ സുവിശേഷകൻ കയറിപ്പോയി.
കയറിപ്പോയിട്ട് ആ കോൺക്രീറ്റ് തറയുടെ മുകളിൽ, ആ മുകളിലത്തെ നിലയിൽ കമന്ന് വീണിട്ട് കർത്താവിനോട് പറഞ്ഞു, എന്തെങ്കിലും പ്രയോജനം എന്നെ കൊണ്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉപയോഗം എന്നെ കൊണ്ട് നിനക്കുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് തീരട്ടെ. താൻ അവിടെ കിടന്ന് ഒരർത്ഥത്തിൽ മയങ്ങിപ്പോയി. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഒരുങ്ങി ക്ലാസ്സിൽ പോയി. അപ്പൊ ഇവരെല്ലാം ചോദിച്ചു, ഡോക്ടറെ കാണാൻ പോകണ്ടേ? ഞാൻ സ്ഥിരം കാണുന്ന ഒരു ഡോക്ടറെ കാണണമെന്നല്ലേ പറഞ്ഞേ? ഞാനത് കണ്ടു. ഹല്ലേലൂയ. ഇതിനെ നിഷേധിക്കാനൊന്നും ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. ഇതിനെ നിഷേധിക്കാൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്കൊരു ഉറപ്പ് ആവശ്യമല്ലേ? ദൈവം അവരെ സഹായിച്ചു, ഇവരെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നാ പ്രയോജനം? എന്നെ സഹായിച്ചു എന്നെനിക്ക് ഉറപ്പ് വേണ്ടേ? അതാണ് ഇവിടുത്തെ പരീക്ഷ, അതാണ് ഇവിടുത്തെ ടെസ്റ്റ്, സെൽഫ് എക്സാമിനേഷൻ. ഇദ്ദേഹം ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്, കർത്താവേ, വിഷമമൊന്നും തോന്നരുത്, എന്നെ ഈ ശുശ്രൂഷയ്ക്ക് നീ ഉപയോഗിക്കുമെങ്കിൽ ഞാന് രോമമുള്ള ഒരു ആട്ടിൻ തോല് ഈ കളത്തിൽ നിവർത്തിയിടുകയാണ്. രാത്രി മഞ്ഞ് വീഴുമ്പോൾ അത് ഈ തോലിൽ വീഴണം. നിലം മുഴുവനും ഉണങ്ങിയിരിക്കണം. സ്തോത്രം. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ പിറ്റേന്ന് അധികാലത്ത് എഴുന്നേറ്റ് തോൽ പിഴിഞ്ഞ് മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ചെടുത്തു. എന്റെ വിചാരം ജീവിതകാലം മുഴുവൻ ആ കിണ്ടി വെള്ളം അദ്ദേഹം സൂക്ഷിച്ചു വെച്ച് കാണും. അറിയില്ലാത്ത മനുഷ്യര് അത് കണ്ടാ പറയും ഇവന് ഭ്രാന്താണ്, മന്ത്രവാദമാണെന്ന് പറയും. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ബലം. സ്തോത്രം. വേദശാസ്ത്ര പഠനം ആവശ്യമാണെങ്കിലും നമ്മുടെ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ പുസ്തകമല്ല, നമ്മുടെ അനുഭവമാണ്. സ്തോത്രം. ഈ ഒന്നാമത്തെ എക്സാമിനേഷനിലൂടെ അദ്ദേഹം പഠിക്കുന്ന പാഠം ഇതാണ്: ദൈവം തന്റെ കൃപകളെയും കടാക്ഷത്തെയും എന്റെ മേൽ പിഴിഞ്ഞെടുക്കത്തക്കവണ്ണം പകരുവാൻ ശക്തനാണ്. ഇന്ന് രാവിലെ ആ മഞ്ഞ് നമ്മിൽ ഓരോരുത്തരുടെ മേലും വീഴട്ടെ. ഇന്ന് രാവിലെ ആ മഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷയുടെ മേൽ വീഴട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്മേൽ വീഴട്ടെ. അത് പിഴിഞ്ഞെടുത്ത് അടുത്ത തലമുറയെ കാണിക്കാൻ ഇടവരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ ഭാരതം മുഴുവനും വരണ്ടിരിക്കുക, ശത്രു മേയുകയാണ്, ദുഷ്ടൻ പ്രബലപ്പെട്ടിരിക്കുക.
മതം മാറ്റം എന്ന കുറ്റത്തിന് വധശിക്ഷ നടപ്പാക്കണമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രത്യേക നിലപാടിലാണ് ഇപ്പൊ കുറച്ചു നാളായിട്ട്. ഇപ്പൊ പുള്ളി ഭേദഗതി ചെയ്യാൻ പോവുക. മതം മാറ്റം എന്ന കുറ്റത്തിന് വധശിക്ഷ നടപ്പാക്കണോ? ഒരു വശത്ത് ഭാരതം സാത്താന്യ ശക്തികളുടെ വിളയാട്ടമായി മാറുകയാണ്. ഇതിന് നടുവിൽ ദൈവത്തിന്റെ മഞ്ഞുകൊണ്ട് നിറഞ്ഞ ചിലരെ ദൈവത്തിന് ആവശ്യമാണ്. അവർക്ക് മാത്രമേ എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുകയുള്ളൂ. എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ചിലർ. രണ്ടാമത്തെ ടെസ്റ്റ്, അതേ മഞ്ഞ് കളത്തിലൂടെ വരണം. ദൈവമേ നീ കോപിക്കരുത്. ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, നിലമൊക്കെ നനയണം. ഞാന് നനയാതിരിക്കണം, എന്റെ തോല് നനയാതിരിക്കണം. അതെ, നാം ആദ്യം നനയണം. നമ്മുടെ ദേശം നമ്മിലൂടെ നനയണം. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നാം നിറയണം, നമ്മുടെ ദേശം നിറയണം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നമ്മളിൽ നിന്ന്, നമ്മളിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു വലിയ പ്രവാഹം തന്നെ ഉണ്ടാകട്ടെ, ഒരു വലിയ ഒഴുക്ക് തന്നെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുവാൻ അനുവാദമുണ്ട്. ഒരിക്കലല്ല, കൂടെ കൂടെ നമ്മുടെ വിളിയെയും നമ്മുടെ അഭിഷേകത്തെയും നമ്മുടെ ശുശ്രൂഷയെയും പരിശോധിക്കുവാൻ സമയമെടുക്കുന്നത് നല്ലതാണ്. വർദ്ധിക്കുമ്പോൾ പരിശോധിക്കാൻ സമയം കിട്ടത്തില്ല. ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് എങ്ങനെയുണ്ട് എന്റെ അഭിഷേകം, എങ്ങനെയുണ്ട് എന്റെ ശക്തി, എങ്ങനെയുണ്ട് എന്റെ ശുശ്രൂഷ എന്ന് പരിശോധിക്കാൻ സമയമെടുക്കുന്നത് ഒരിക്കലും നഷ്ടമാകുകയില്ല. അങ്ങനെ ഗിദെയോൻ ഒരു സ്റ്റെപ്പ് വയ്ക്കുകയാണ്. 7:1. അനന്തരം ഗിദെയോൻ എന്ന യെരുബ്ബാലും അവനോട് കൂടെയുള്ള ജനമൊക്കെയും അതികാലത്ത് പുറപ്പെട്ട് ഹരോദ് ഉറവിനരികെ പാളയമിറങ്ങി. മിദ്യാനരുടെ പാളയമോ അവർക്ക് വടക്ക് മോരേക്കുന്നിനരികെ താഴ്വരയിലായിരുന്നു. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേലിന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാനരെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവർ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാണ് ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. യഹോവ പിന്നെയും ഗിദെയോനോട്, ഒരു മിനിറ്റ്, ഭയവും ഭീരുത്വമുള്ളവർ
തിരിച്ചുപോട്ടെ. ഇത് അനൗൺസ് ചെയ്യുന്ന ആളാണ് ആദ്യം പോകേണ്ടത്, അല്ലേ? ഭയമുള്ളവരുടെ ഒരു നേതാവാണ് ഈ നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിലൊക്കെ പുള്ളിയുടെ ഭയം നമ്മൾ കണ്ടതാ. അപ്പൊ ആ പുള്ളിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഭയമുള്ളവരൊക്കെ പൊക്കോളാൻ. ദൈവത്തിന്റെ ഒരു തമാശ ഉണ്ടോ? ഇവനെ കൊണ്ട് പറയിപ്പിച്ചു കഴിയുമ്പോ ഇനി അവന് ഭയപ്പെടാൻ ഒക്കുകയല്ലോ. സ്തോത്രം. ഭയവും ഭീരുത്വമുള്ളവർ തിരിച്ചുപോട്ടെ. അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ജനറൽ ബോഡിയിൽ അനൗൺസ് ചെയ്യുകയാണ്. അന്നേരം 30,000 പേരുണ്ടായിരുന്നു. പൊതുയോഗമാണ്. 20,000 പേര് പോയി. ഇങ്ങനെയൊരു കാലമാ ഇന്ത്യൻ സഭ ഇനിയും കാണാൻ പോണം. ഭയങ്കര ആൾക്കൂട്ടമൊക്കെ ഉള്ള പല സഭകളും എണ്ണത്തിൽ കുറയും. ഒരു പ്രതിസന്ധിയുടെ കാലം ഇന്ത്യയിൽ വരുമ്പോൾ പല ആൾക്കൂട്ടങ്ങളുടെയും അവസ്ഥ ദയനീയമായിരിക്കും. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ വരട്ടെ എന്ന് പറയുന്ന വിശ്വാസികളുടെ എണ്ണം എത്രയുണ്ടെന്ന് ആർക്കറിയാം? കേരളത്തിൽ കംഫർട്ട് സോണിൽ ധാരാളം ആളുകൾ കൂടുന്നു. എന്നാൽ മരിക്കേണ്ടി വന്നാൽ മരിക്കട്ടെ, കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടമായിരിക്കും യഥാർത്ഥ ദൈവ സഭ. 20,000 പേര് മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. ഈ ടെസ്റ്റ് പൊതുജനത്തെ കൊണ്ട് നടത്തിച്ച ടെസ്റ്റാണ്. സെൽഫ് എക്സാമിനേഷന് ശേഷം സഭയെ പരിശോധിക്കുക, കൂടെയുള്ള ജനത്തെ പരിശോധിക്കുക. ചെറിയൊരു കാര്യത്തിനല്ല പുറപ്പെടുന്നത്, ഒരു യുദ്ധത്തിനാണ്. ദേശത്തെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു പുറപ്പാടാണ്. അതുകൊണ്ട് ജനത്തെയും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തത് ദൈവം തന്നെ പരിശോധിക്കുകയാണ്. നിങ്ങൾ തന്നെ പരിശോധിച്ചോളാൻ ആദ്യം പറഞ്ഞു. 20,000 പേര് പോയി. ഇനി ദൈവം പറയാ, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം, ഞാൻ അതിന്റെ താക്കോല് നിന്നോട് പറഞ്ഞു തരാം. വാക്യം 4 മുതൽ. യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോകാം, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ ദൈവം ജനത്തെ പരിശോധിക്കുന്നു. 3 ടെസ്റ്റാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത്. ഒന്ന്, ഗിദെയോൻ തന്നെ തന്നെ പരിശോധിക്കുന്നു. 2, ഗിദെയോൻ ജനത്തെ പരിശോധിക്കുന്നു. 3, ദൈവം
ജനത്തെ പരിശോധിക്കുന്നു. വെറുതെ ഒരു മീറ്റിങ്ങിന് കൂടാനാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. എന്നാൽ ദേശത്തെ പിടിച്ചടക്കാനാണെങ്കിൽ, ഒരു യുദ്ധത്തിനാണെങ്കിൽ ഇത് ആവശ്യമാണ്. ഓരോ സഭയും ഓരോ സൈന്യമായി മാറട്ടെ. ഓരോ വിശ്വാസിയും ഓരോ പടയാളിയായി മാറട്ടെ. ഓരോരുത്തരുടെയും ലക്ഷ്യം ശത്രുവിനെ കീഴടക്കുക എന്നതായിരിക്കട്ടെ. വർഷങ്ങളായി ദുഷ്ടൻ ആധിപത്യം പുലർത്തുന്ന സമൂഹത്തെ പിടിച്ചെടുക്കണമെന്നുള്ള ലക്ഷ്യമായിരിക്കട്ടെ ഓരോരുത്തരുടെയും മനസ്സിൽ. ദൈവത്തിന്റെ ടെസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എനിക്കതിന്റെ വ്യാഖ്യാനം ഇപ്പോഴും വേണ്ടതുപോലെ അറിയില്ല. വാക്യം 5 മുതൽ വായിക്കാം. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെ വേറെയും, കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് പറഞ്ഞു. കൈ വായ്ക്ക് വെച്ച് നക്കി കുടിക്കുന്നവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരുടെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ദൈവം ഇവിടെ ഈ 10,000 രണ്ടായിട്ട് തിരിക്കുകയാണ്. ദൈവം അതിന് വെച്ച അടയാളം ഒരു പ്രത്യേക അടയാളമാണ്. പട്ടി നക്കിക്കുടിക്കുന്നത് പോലെ നക്കിക്കുടിക്കുന്നവരെയൊക്കെ വേറെ മാറ്റുക. എന്നാൽ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെയും വേറെ നിർത്തുക. കൈവായ്ക്ക് വെച്ച് നക്കിക്കുടിച്ചവർ 300 പേര്. മുട്ടുകുത്തി കുനിഞ്ഞ് കുടിച്ചവര് ബാക്കിയുള്ളവര്. എന്താ ഇതിനകത്തെ വ്യത്യാസം? വ്യാഖ്യാനിക്കുമ്പോൾ മുട്ടുകുത്തി കുനിയുന്നതല്ലേ കൂടുതൽ ഭക്തി എന്നൊക്കെ തോന്നും. ഇതിന്റെ വ്യാഖ്യാനം അത്ര എളുപ്പമല്ല. എനിക്ക് മനസ്സിലായത് പറയാം. ഈ വെള്ളം കാണുമ്പോൾ പരവേശവും ദാഹവും കഠിനമായിട്ട് പരിസരം മറന്ന്, സ്വയം മറന്ന്, ദൗത്യം മറന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി കുടിക്കുന്ന ആളുകളെ വേണ്ട. ഒരു കയ്യിൽ ഇച്ചിരി വെള്ളം കോരി സാവധാനത്തിൽ സമാധാനത്തോടുകൂടെ കുടിക്കുന്നവരെ മതി. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്: പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യത്തിൽ ഇടപെടുന്നില്ല.
സ്വന്തം ആവശ്യങ്ങൾ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, ഇവയെല്ലാം ദൈവം നടത്തുമെന്നുള്ളത് നമുക്കറിയാമെങ്കിലും ഒരാവശ്യം നമ്മുടെ തലയ്ക്ക് പിടിച്ചാൽ നമ്മുടെ ശുശ്രൂഷ ഒഴിഞ്ഞു പോകും. നമ്മുടെ ആവശ്യമോ, കുടുംബത്തിന്റെ ആവശ്യമോ, കുഞ്ഞുങ്ങളുടെ ആവശ്യമോ നമ്മുടെ ലക്ഷ്യത്തെ ബാധിക്കാൻ അനുവദിച്ചുകൂടാ. അതിന് നമ്മൾ അഡിക്റ്റ് ആവാൻ പാടില്ല. ഇതാണ് അബ്രഹാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. 25 കൊല്ലം പ്രാർത്ഥിച്ച് കിട്ടിയതാണ് ഇസഹാക്കിനെ. ആ ഇസഹാക്ക് പോലും തന്റെ ശുശ്രൂഷയേക്കാൾ വലുതല്ലായിരുന്നു. ഒരു വിശപ്പിങ്ങോട്ട് വരുമ്പോൾ ശത്രു ഉണ്ടെന്ന് മറന്നു പോകുന്ന ആളുകൾ, ഒരു വികാരം വരുമ്പോൾ ശത്രു ഉണ്ടെന്ന് മറന്നു പോകുന്ന ആളുകൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരാവശ്യം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ താൻ ആരാണെന്നും താൻ എന്തിനു വേണ്ടി വന്നവനാണെന്നും തന്റെ ദൗത്യം എന്താണെന്നും മറന്നു പോകുന്നവരെ ഈ വേലയ്ക്ക് വേണ്ട. എത്ര വലിയ ദാഹമായിട്ടും നോർമലായിട്ട് ശ്രദ്ധ വിട്ടുപോകാതെ, ദൗത്യബോധം നഷ്ടപ്പെടാതെ അല്പം വെള്ളം കുടിക്കുന്ന ആളുകളിൽ നിന്ന് ദൈവം എന്തോ കണ്ടെത്തി. ദൈവത്തിന്റെ ടെസ്റ്റായത്, ദൈവത്തിന്റെ ടെസ്റ്റാണ്. ദൈവം നോക്കിയിട്ട് പറഞ്ഞു, ഇവരെ മതി, ഇവരെ മതി, ഇവരെ മതി. ഇവര് വിശപ്പിനും ദാഹത്തിനും അടിമപ്പെടുന്നവരല്ല. എല്ലാവർക്കും ഉണ്ട് ദാഹം, എല്ലാവർക്കും ഉണ്ട് വിശപ്പ്. പക്ഷേ അതിന് ഇവർ അടിമപ്പെടുന്നില്ല. അത് വരുമ്പോൾ ഇവർ ഇവരെ തന്നെ മറക്കുന്നില്ല. ദൗത്യബോധം വിട്ടുപോകാതിരിക്കുക. ജീവിതത്തിൽ എന്ത് നേരിട്ടാൽ ഒരുപക്ഷെ അതായിരിക്കും ദൈവം അവരിൽ കണ്ടത്. അങ്ങനെ നമ്പർ കുറച്ചു. ഈ നമ്പർ കുറയ്ക്കുന്നത് എന്തിനാണ്? നമ്പർ ഇങ്ങനെ കുറയ്ക്കുന്നതിന് 30,000 പോയി 10,000 300 എന്തിനെങ്ങനെ നമ്പർ കുറയ്ക്കുന്നത്? ഓർക്കുക, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിനെ വിട്ടുകൊടുക്കുകയില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകും. സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല. ഏതൊരു വിജയവും ദൈവം നമുക്ക് തരുന്നെങ്കിൽ അതിന്റെ മഹത്വം ദൈവത്തിനായിരിക്കണം. മറ്റാരും അതിനകത്ത് പങ്കുകാരായിട്ടുണ്ടാകരുത്. അത് ദൈവത്തിന്റെ നിർബന്ധമാണ്. എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയരുത് എന്ന് നമ്മൾ 2-ാം വാക്യത്തിൽ വായിച്ചു. എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ നാളെ വമ്പ് പറയരുത്. കഴിവല്ല, കൃപയാണ്. ബലമല്ല, നിൻ ദയയാണ്.
എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേലിന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഈ വലിയ ജനക്കൂട്ടത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല. അങ്ങനെ ദൈവം നമ്പർ കുറയ്ക്കുകയാണ്. ഒടുവിൽ ഒറ്റ ഭാവം കൂടി ധ്യാനിച്ച് നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോകും. ഗിദെയോന്റെ ലൈഫിൽ നിന്ന് ഒരു കാര്യവും കൂടെ. ഗിദെയോനെ ഒന്നുകൂടെ ബലപ്പെടുത്താൻ ദൈവം ആഗ്രഹിച്ചു. ഒന്നുകൂടെ ബലപ്പെടുത്താൻ. ദൈവം നമ്മെ ബലപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. നമുക്ക് എത്ര കഴിവുണ്ടെന്ന് ദൈവത്തിന് അറിയാം. നമ്മുടെ ആ സമർപ്പണം മാത്രമേ ദൈവം നോക്കുന്നു. ഇവനെ കണ്ടപ്പോ ദൈവം പറഞ്ഞത്, നിന്റെ ഈ ബലത്തോടെ പോകരുത്. അപ്പൊ അവിടെ എന്തോ ഒന്നും ദൈവം കണ്ടിട്ടുണ്ട്. അവൻ പോലും അറിയാത്ത ഒന്ന് അവനിൽ ദൈവം കണ്ടിട്ടുണ്ട്. എങ്കിലും അവനെ ഡബിൾ സ്ട്രോങ് ആക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. വാക്യം 9 മുതൽ. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന് നേരെ ഇറങ്ങി ചെല്ലുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിന് പുറത്ത് ഇറങ്ങി ചെല്ലുക. എന്നാൽ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് നീ കേൾക്കും. അതിന്റെ ശേഷം പാളയത്തിന് നേരെ ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും. അങ്ങനെ അവനും അവന്റെ ബാല്യക്കാരനായ പൂരയും പാളയത്തിൽ ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു. എന്നാൽ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങള് കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു യവത്തപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണു കിടക്കുന്നു എന്ന് പറഞ്ഞു. അതിന് മറ്റവൻ, ഇത് യോവാസിന്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദ്യാന്യനെയും ഈ പാളയത്തെ ഒക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഗിദെയോന്റെ ധൈര്യം കൂട്ടാൻ വേണ്ടി ഗിദെയോനോട് പറയാണ്, നിന്റെ ശത്രുക്കൾ നിന്നെ കുറിച്ച് എന്താ പറയുന്നതെന്ന് നിനക്കറിയാവോ? അത് നിന്നെ ഞാനൊന്ന് കേൾപ്പിക്കാം. നീ ഭയപ്പെടുന്ന ആളുകൾ നിന്നെ കുറിച്ച് എന്താ പറയുന്നതെന്ന് നിനക്കറിയാവോ? നിനക്കറിയില്ല. അത് ഞാനൊന്ന് കേൾപ്പിക്കാം. ദൈവത്തിന് മാത്രമേ ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ ചോർത്തി തരാൻ പറ്റത്തുള്ളൂ. രണ്ടു പേര് തമ്മിൽ വർത്താനം പറയുക. ഒരുത്തനോട് പറയാ, എടാ ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്ന കണ്ടത്? ഒരു റൊട്ടി, ഒരു യവത്തപ്പം, നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു ബണ്ണ് ഉരുണ്ട് വന്ന നമ്മുടെയൊക്കെ ഈ കൂടാരത്തെ വന്ന് ഇടിച്ചു. ഒരു റൊട്ടിക്ക് അല്ലെങ്കിൽ ഒരു അപ്പത്തിന്, ഒരു ബണ്ണിന് എന്തോ ഒരു ശക്തിയുണ്ട്. അതേസമയത്ത് ഒരു കല്ലാണെങ്കിൽ വേണ്ടുകയില്ല. യാതൊരു മാരകായുധത്തിന്റെയും പടമല്ല കണ്ടത്, ചിത്രമല്ല കണ്ടത്. വെറും ഞെക്കിയ പൊടിഞ്ഞു പോണ ഒരു അപ്പത്തിന്റെ ദർശനമാണ് കാണും. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ നീ. പക്ഷെ ഇത് മതി ദൈവത്തിന്. യഹോവ കുന്തം കൊണ്ടും വാളുകൊണ്ടും അല്ല രക്ഷിക്കുന്നത്.
നിന്റെ ശക്തി കൊണ്ടല്ല ജയം തരാൻ പോകുന്നത്. നിനക്ക് തന്നെ നീ ബലവാനല്ലെന്ന് തോന്നുന്നുണ്ടല്ലോ, ആ നിന്നെ കൊണ്ട് കീഴടപ്പിക്കാൻ, നിന്നെ കൊണ്ട് ജയമുണ്ടാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഴിവില്ലായ്മയെ ദൈവം കഴിവാക്കി മാറ്റുന്നു. നമ്മുടെ ബലമില്ലായ്മയെ ദൈവം ബലമാക്കി മാറ്റുന്നു. നമ്മുടെ ധൈര്യമില്ലായ്മയെ ദൈവം കരുത്താക്കി മാറ്റുന്നു. നമ്മുടെ ഒന്നുമില്ലായ്മയെ ദൈവം സമ്പത്താക്കി മാറ്റുന്നു. നമ്മുടെ വിദ്യാഭ്യാസമില്ലായ്മയെ ദൈവം ജ്ഞാനമാക്കി മാറ്റുന്നു. താങ്ക് യു ജീസസ്. ആശ്രയിക്കാനോ പ്രശംസിക്കാനോ പുകഴാനോ ഒന്നുമില്ലാത്ത ചിലരെ ദൈവം ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഈ സ്വപ്നം ഗിദെയോനോട് വ്യാഖ്യാനിക്കാൻ പറഞ്ഞാൽ എല്ലാം വ്യാഖ്യാനിക്കും. ഗിദെയോനൊന്നും ഇങ്ങനെ വ്യാഖ്യാനിക്കുകയില്ല. കാരണം ഗിദെയോനെ പറ്റി അത്ര വലിയ മതിപ്പൊന്നുമില്ല. ഗിദെയോന്റെ വീട്ടിൽ ആരോടെങ്കിലും ഇത് വ്യാഖ്യാനിക്കാൻ പറഞ്ഞാലോ അവർക്കും അതിനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ ശത്രു സൈന്യത്തിൽപ്പെട്ട ഒരുത്തിനെ കൊണ്ട് തന്നെ വ്യാഖ്യാനിപ്പിക്കുക. സ്വപ്നവും വ്യാഖ്യാനവും ഒക്കെ അവര് തന്നെ പറയും. എന്നിട്ട് അത് ഒളിച്ചു നിന്ന് കേൾക്കുക. മൊബൈലുണ്ടെ പുള്ളി അത് റെക്കോർഡ് ചെയ്തോണ്ട് പോകുന്നേ, മറ്റേ കിണ്ടിക്കകത്ത് വെള്ളം പിടിച്ചു വെച്ചവൻ. പേടി വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്ത് കേൾക്കാലോ. ഒരുത്തനോട് പറയാ, എടാ ആ ഉരുണ്ടു വന്ന യവത്തപ്പം ഉണ്ടല്ലോ, അത് ഗിദെയോനാ, അത് ഗിദെയോനാ. അപ്പൊ നീ ശത്രുപാളയത്തിലെ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ഓ ഗ്ലോറി ടു ഗോഡ്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ചിലരോടെങ്കിലും ഇടപെടുന്നുണ്ട്. ഇരുട്ടിന്റെ ശക്തികളുടെ പാളയത്തിൽ നീയൊരു ചർച്ചാ വിഷയമാണ്. ആഭിചാര കേന്ദ്രത്തിൽ നീ ഒരു പേടി സ്വപ്നമാണ്. ശത്രുപാളയത്തിൽ നിന്റെ പേര് പ്രസിദ്ധമാണ്. ഹല്ലേലൂയ. ഓർമ്മയുണ്ടോ, മഹാപുരോഹിതനായ സ്കേവയുടെ മക്കൾ ഭൂതത്തിന്റെ തലയിൽ കൈവച്ചപ്പോൾ ഭൂതം പറഞ്ഞത്, യേശുവിനെ അറിയാം, പൗലോസിനെ പരിചയമുണ്ട്. എന്താ എന്റെ അർത്ഥം? പൗലോസിന്റെ പേര് പാതാളത്തിൽ പ്രസിദ്ധമാണ്. പൗലോസിന്റെ പേര് ശത്രുപാളയത്തിൽ പ്രസിദ്ധമാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ പേര്, ഉപവസിക്കുന്ന നിന്റെ പേര്, അഭിഷേകമുള്ള നിന്റെ പേര്, ഒരു ഉണർവിനെ കൊതിക്കുന്ന നിന്റെ പേര്, ഒരു ദൈവപ്രവർത്തി കാണാൻ കാത്തിരിക്കുന്ന നിന്റെ പേര് ശത്രുപാളയത്തിൽ പ്രസിദ്ധമാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില മിനിറ്റുകൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ചില മിനിറ്റുകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ക്ലാസ്സിന് വേണ്ടി ഒരു ക്ലാസ് അല്ല, ഒരു ലെസൺ തീർക്കാൻ വേണ്ടി ഉള്ള ഒരു ക്ലാസ്സുമല്ല. ലെസൺ എപ്പോഴെങ്കിലും തീരട്ടെ. എന്നാൽ ചിലരെ ദൗത്യത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതിന്
മടുപ്പ് മാറ്റേണ്ടതിന്, നിരാശ മാറ്റേണ്ടതിന്, ധൈര്യം കൂട്ടേണ്ടതിന്, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി സജ്ജമാക്കേണ്ടതിന് ദൈവം ക്രമീകരിക്കുന്ന മീറ്റിംഗ് ആയതൊക്കെ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ കൂട്ടായ്മയെ അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. അവിടുത്തെ സന്നിധിയിൽ ഇപ്പോൾ ഈ സൂമിലുള്ള 135 ഡിവൈസിനെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് മനസ്സുമടുത്തവർ, ക്ഷീണിച്ചവർ, ഭീരുക്കൾ, സംശയമുള്ളവരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം ആ ഗ്രൂപ്പിൽ പെടും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ കണ്ടതിനാൽ സ്തോത്രം, തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. ആ ബലം പിന്നെയും ഇന്ന് പകർന്ന ധൈര്യപ്പെടുത്തുന്നതിനാൽ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.